जय 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 महादेवा। जय 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 महादेवा। शिव शंकर आदि आनंद। शिव शंकर आदि आनंद। जय 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 महादेवा। जय 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 महादेवा। शिव शंकर आदि आनंद। शिव शंकर आदि आनंद। जय 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 महादेवा। जय 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 महादेवा। എല്ലാവർക്കും നമസ്കാരം. ശിവൻ, ആ പരമാത്മാ, നമ്മൾ ഓരോരുത്തരും ശിവനെ അല്ലെങ്കിൽ ആദിയോഗീശ്വരനെ, പാർവതി വല്ലഭനെ ഓരോരുത്തരും ജന്മജന്മാന്തരമായി ശിവനെ വിളിച്ചിട്ടുള്ള ഓരോ ജീവാത്മാക്കൾക്കും വേണ്ടി അദ്ദേഹം പല രീതിയിലും മാർഗമായി പല അവധൂതന്മാരെയും യോഗികളെയും സിദ്ധന്മാരെയും ഋഷിമാരെയും എല്ലാം തന്നെ അദ്ദേഹമായി തന്നെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തരിലേക്കും അയക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുത്രനായി തന്നെ ഈ ഒരു മണ്ണിൽ, ഈ ഒരു തമിഴ് മണ്ണിൽ വന്ന് സിദ്ധപരമ്പരയുടെ മാർഗമായി മാറിയ മുരുക ഭഗവാൻ അദ്ദേഹത്തിലൂടെ മാനവരാശിക്ക് അല്ലെങ്കിൽ ശിവനെ ഓരോ നിമിഷവും എന്താണ് ഈ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ഉദ്ദേശമെന്ന് ചോദിച്ചിട്ടുള്ള ഓരോരുത്തരിലേക്കും മാർഗമായിക്കൊണ്ട് കാണിച്ചു തന്ന ഒരു വിദ്യയാണ് ബ്രഹ്മവിദ്യ. സിദ്ധപരമ്പരയിൽ ബ്രഹ്മവിദ്യയെ വിളിക്കുന്ന പേരാണ് ശിവയോഗ എന്ന്. ശിവഭഗവാനെ വിളിച്ചിട്ടുള്ള ഓരോരുത്തർക്കും അദ്ദേഹം കാണിച്ചു കൊടുക്കുന്ന മാർഗമാണ് ശിവയോഗ എന്ന് പറയുന്നത്. ആദ്യഘട്ടം കായകൽപ്പ സാധനയും, രണ്ടാം ഘട്ടം നാഥയോഗിയും, മൂന്നാം ഘട്ടം രാജയോഗിയും, ഏറ്റവും ഒടുവിൽ ബ്രഹ്മവിദ്യയുമാണ് വരുന്നത്. നമ്മുടെ ഓരോരുത്തരും പ്രാണൻ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രാണൻ വന്നിരിക്കുന്ന സുഷ്മ നാഡി, മൂലാധാര ചക്രം, അവിടാണ് ഇടയും പിങ്കളയും ഒരുമിച്ച് സംഗമിച്ചുകൊണ്ട് നമ്മുടെ പ്രാണനെ മുകളിലേക്ക് ഉയർത്തുന്നത്. നമ്മുടെ മുകളിലത്തെ ചക്രമായ ആജ്ഞാചക്രത്തിൽ നമുക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ശുദ്ധമായിട്ടുള്ള ഈ ഒരു ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ഇൻറ്റൻഷൻ മനസ്സിലാകുന്നത്, നല്ല ഉദ്ദേശം മനസ്സിലാകുന്നത്. അപ്പോൾ അതാണ് ഈ അത്തനാടീശ്വര സങ്കല്പം പോലും ശിവനും പാർവതിയും ശക്തി എന്ന് പറയുന്നതാണ്. ഈ ശക്തി മുകളിലേക്ക് ഉയരുമ്പോഴാണ് ശിവനെ എത്തുന്നത്, അല്ലെ ശിവബോധത്തിലേക്ക് നമുക്ക് ആ ഒരു പരമമായിട്ടുള്ള ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ശിവയോഗയുടെ മാർഗമാവുന്ന ആദ്യഘട്ടം എന്ന് പറയുന്നത് കായകൽപ്പ സാധനയാണ്. മുരുകനിലൂടെ വന്ന് 18 സിദ്ധന്മാരിലൂടെ കടന്നു വന്ന 18 സിദ്ധന്മാരിലെ അഗസ്ത്യൻ്റെ മാർഗമായി വന്ന സദ്ഗുരു ശ്രീ ബ്രഹ്മനിലൂടെ ആ വിദ്യ എന്നിലേക്ക് എത്തുകയും ആ വിദ്യ ഓരോ ശിവഭഗവാന്റെ ഭക്തരായിട്ടുള്ള ഓരോ ഭഗവാനിലൂടെ ആ ഒരു ആത്മമുക്തിയിലേക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാനത്തെ അറിയിക്കുക എന്നുള്ളതാണ് ശിവയോഗയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ശിവയോഗയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ കായകൽപ്പ സാധനയാണ് ആദ്യമേ, രണ്ടാം സാധന നാഥയോഗയാണ്. അപ്പോൾ കായകൽപ്പ സാധനയ്ക്ക് ആദ്യമായി നൽകുന്നത് മന്ത്രദീക്ഷയാണ്. ഒരു നിർവ്വാണ അവസ്ഥയിലെ ധ്യാനവും അതിനുശേഷം ശിവയോഗയുടെ രഹസ്യമായിട്ടുള്ള ധാരണയെക്കുറിച്ചുള്ള രീതികളും, അത് പലതും ആ ഒരു ധാരണ എന്താണ്, ധ്യാനത്തിന് ശേഷമാണ് നമ്മൾ ആ ധാരണ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം അതിലേക്ക് പോകേണ്ട 3 ഘട്ടങ്ങളും, രാജയോഗയിലേക്ക് പരിശീലിക്കാനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടതെന്നുള്ളതും, രാജയോഗ എന്ന് പറയുന്ന യോഗകളുടെ ഏറ്റവും വലിയ യോഗയാണ് രാജയോഗ.
ആ പരമമായിട്ടുള്ള ആ പരമാത്മ ചൈതന്യത്തിലേക്ക് പോയി ലയിക്കാനായിട്ടുള്ള വിദ്യയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും വേണ്ടി എങ്ങനെയാണ് കുണ്ടലിനി ചൈതന്യത്തെ നമ്മൾ ക്രമീകരിച്ച് കൊണ്ടുപോകേണ്ടതെന്നുള്ള വിധിയാണ് ഗുരുമുഖത്തിലൂടെ ഉപദേശം നൽകുന്നത്. അതിനുവേണ്ടി ആദ്യഘട്ടം എന്ന് പറയുന്നത് മന്ത്രദീക്ഷയാണ്. ശിവയോഗയ്ക്കായിട്ട് ഒരു ക്രമീകരണം എന്ന് പറയുന്നത് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാധനയല്ല ശിവയോഗ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജന്മജന്മാന്തരമായി ഭഗവാനെ വിളിച്ച് എന്താണ് ഈ ലൈഫിൻ്റെ, ഈ കാർമിക് സൈക്കിളിൻ്റെ, ഈ സഫറിങ്ങിൻ്റെ കാരണമെന്ന് അറിയാനായി വിളിച്ചവർക്ക് അവർക്കുള്ള മാർഗമാണ് എപ്പോഴും ശിവയോഗയുടെ വിദ്യയിൽ വരുന്നത്. ഈ ശരീരത്തിലും മനസ്സിലും ഇരുന്നുകൊണ്ട് കർമ്മയോഗയുടെ സുഖം അനുഭവിക്കാനും മനോശൂന്യ സ്ഥിതിയിൽ ഓരോ കർമ്മങ്ങൾ ചെയ്ത് അവിടെ വിജയിക്കുവാനും അതിനുശേഷം ആ പരമാത്മ ചൈതന്യത്തിലേക്ക്, ആ ശിവനിലേക്ക് അലിഞ്ഞു ചേരുവാനുമായിട്ടുള്ള വിദ്യയാണ് അദ്ദേഹം ഓരോരുത്തർക്കുമായി ഉപദേശം നൽകുന്നത്. അതിനായിട്ടുള്ള ക്രമീകരണത്തിന് ഓരോരുത്തരും ഇപ്പോൾ ശിവയോഗയ്ക്ക് എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് പരിമിതിയുണ്ട്. 25 പേർക്കാണ് മന്ത്രദീക്ഷ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ ഒരു ഈവൻറ്റിലേക്ക് എല്ലാം വരാൻ പറ്റുള്ളൂ. അപ്പോൾ 25 പേരിൽ വരുന്നവരാണെങ്കിലും ഓരോരുത്തരെയും ഞാൻ പേഴ്സണലായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ കണ്ട് സംസാരിച്ചിട്ട് അവർ ശിവയോഗയ്ക്ക് അർഹരാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് ശിവയോഗ എന്ന് പറയുന്ന ജന്മജന്മാന്തരമായി നിങ്ങളുടെ ഓരോരുത്തരെയും തപസ്സിന് ശേഷം വന്നു ചേരുന്ന ഒരു മാർഗവും കൂടിയാണ്. അതിന് പറ്റിയിട്ടുള്ള അർഹതപ്പെട്ടവർ വരുമ്പം അവർ ഏത് നാഡിയിലാണ്, സൂര്യൻ്റെയും ചന്ദ്രനുമാവുന്ന ഇടയും പിങ്കളയും കൂടി സംഗമിക്കുന്ന ഏത് നാഡിയിലാണ് അവർ കൂടുതൽ സാധന അഭ്യസിക്കേണ്ടതെന്നും അതിന് വേണ്ടിയിട്ടുള്ള മന്ത്രക്രമീകരണങ്ങളും അതിന് പറ്റിയിട്ടുള്ള മുദ്ര ക്രമീകരണങ്ങളുമായിരിക്കും അവരെ പരിശീലിപ്പിക്കാനായിട്ട് ഈ ഒരു ഈവൻറ്റിൽ നടക്കുന്നത്. അപ്പം ശിവയോഗ ഈ മാസം 10-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നുണ്ട്. ശിവയോഗയുടെ മാനം എന്ന് പറയുന്ന ഈ 3 ഘട്ടങ്ങളിലൂടെ കടത്തിപ്പോയിട്ട് 4-ാം ഘട്ടം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയിലൂടെ പരമാത്മ ചൈതന്യത്തിലേക്ക് സമാധി പോയി അടിയാനായിട്ടുള്ള ക്രമീകരണം കൂടിയാണ്. അപ്പം ഓരോ ഘട്ടത്തിലും ഒരു സത്യത്തെ ഈ ശരീരവും മനസ്സും തിരിച്ചറിയുന്ന ഒരു ക്രമീകരണമാണ് എപ്പോഴും ശിവയോഗ എന്ന് പറയുന്നത്. ഒരു തത്വചിന്തയോ ഒരു മാർഗനിർദ്ദേശമോ ഒന്നും തന്നെയല്ല. ഇത് നമ്മൾ തന്നെ അനുഭവിച്ചറിഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ക്രമീകരണമാണ്. ശിവനെ അടുത്തറിയുവാനും അദ്ദേഹത്തിൽ ആ പരമാത്മാവിൽ ലയിച്ചേരുവാനുമായിട്ടുള്ള ക്രമീകരണം മാത്രമാണ് ശിവയോഗ എന്ന് പറയുന്നത്. ഓരോ ശിവഭക്തർക്കും ശിവയോഗയിലേക്ക് ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.